ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സിക്ക് അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. അഭിലാൽ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം ഏതു ഘട്ടത്തിലാണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളിലേക്ക് കലാശിച്ചത്? ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ദേവസ്വം വകുപ്പ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരിലേക്ക് അന്വേഷണം എത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടത്. DCCയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം തുടക്കത്തിൽ സാധാരണ നിലയിലും അതോടൊപ്പം തന്നെ അക്രമത്തിൽ നിന്നും അകന്നു നിൽക്കുകയുമായിരുന്നു. എന്നാൽ പ്രതിഷേധം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തോടുകൂടി പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ പ്രവർത്തകർ മറിച്ചിടുകയും ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തകർ കുത്തിയിരിക്കുകയും ചെയ്തു. അതിനുശേഷവും വീര്യം ചോരാതെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ് ഉണ്ടായത്. ഇവിടെ വെച്ചാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്. ഇതിനിടയിൽ ജോലിയിലുണ്ടായിരുന്ന പോലീസുകാരിൽ ഒരാൾ മദ്യപിച്ചു എന്നുള്ള ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം കനപ്പിക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ആ ആളിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുകയാണ്. സംഘർഷാവസ്ഥയ്ക്ക് നേരിയ അയവ് വന്നിട്ടുണ്ടെങ്കിലും പ്രവർത്തകരാരും തന്നെ പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും പിന്മാറിയിട്ടില്ല. പ്രവർത്തകർ ഇപ്പോഴും പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ്. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് ഇങ്ങനെ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്.